ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ പൂരം വിശേഷങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതാ നമുക്ക് തലേ ദിവസം തന്നെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഫാമിലിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ കുറേ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ സമയം കിട്ടിയിരുന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇതാ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മാത്രം കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയത്. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹറിബറിയിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിരക്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാ ലാസ്റ്റ് ഇടിച്ചക്ക ഉണ്ടായിരുന്നു. അത് ഇടിച്ചക്ക ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബീഫ് ഫ്രൈ, മോര് കറി, മീൻ പീര വെറ്റിച്ചത്, പിന്നെന്താ നമ്മുടെ ഇടിച്ചക്ക തോരൻ. അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അളിയന് പിന്നെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് ഉച്ച സമയമായപ്പോഴാട്ടോ അവർ എത്തിയത്. വന്ന ഉടനെ തന്നെ ഇതാ എല്ലാവർക്കും ഊണൊക്കെ കൊടുത്തു. കാരണം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ, ഇനി വേറെ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിള്ളേരെയൊക്കെ താഴെ ഇരുത്ത് നമ്മൾ കൊടുത്തു. അതിന് ശേഷം ഞങ്ങളിതാ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത ശേഷം വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയി. അതായത് പിറ്റേ ദിവസത്തേക്കുള്ള പൂരത്തിൻ്റെ അന്നത്തേക്കുള്ള സാധനങ്ങൾ ചിക്കനൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചിക്കൻ വാങ്ങിച്ചിട്ട് അവിടെ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ അപ്പുറത്തുള്ള ബേക്കറിയിൽ കയറി ഓരോ ലൈമും പപ്സും ഒക്കെ കഴിച്ച്. പിന്നെ ഞങ്ങളിതാ രാത്രി ആയപ്പോഴാണ് പിന്നെ പൂരപ്പറമ്പിലേക്ക് പോവാണ് കേട്ടോ, അമ്പലത്തിലേക്ക്. അവിടെയാണെങ്കിൽ ഇപ്രാവശ്യം 2 ടീമിൻ്റെ വീരനാട്യമുണ്ട്. ഒന്ന് നക്ഷത്രയും പിന്നെ ആലിംഗലമ്മയും. അപ്പോൾ അത് 2 ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പോൾ അവിടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ദേവൂട്ടി എന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. പാടത്താണ് വണ്ടി ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ അമ്പലത്തിൻ്റെ സ്റ്റെപ്പിൽ ഫുൾ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നമുക്കിനി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇന്നാണോ പൂരം ഇനി നാളെയാണോ പൂരം എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പിന്നെ ഫോണിങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ആ പ്രോഗ്രാം ഒന്ന് കണ്ടത്. അല്ലാണ്ട് നിന്ന് നമുക്ക് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം അത്ര തിരക്കായിരുന്നു. എവിടുന്നാണ് ഇത്ര ആൾക്കാർ വന്നതെന്ന് തന്നെ അറിയില്ല. അത്രമാത്രം തിരക്കായിരുന്നേ. എന്തായാലും വന്നു, നമ്മളതിനുള്ളിൽ പെട്ടുപോയി. അപ്പോൾ എന്നാൽ കുറച്ച് നേരം അതൊക്കെ ഇന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിലായിരുന്നു, താഴെ ഉള്ളതിൽ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കാലൊക്കെ പൊന്തിച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ കാണുന്നത്. അല്ലാണ്ട് നമുക്ക് കാണാനുള്ള ഗ്യാപ്പൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ദേവുട്ടിക്ക് തീരെ കാണാൻ പറ്റാത്തത് കാരണം എന്താ ഏട്ടൻ്റെ തോളിലൊക്കെ കയറിയിരുന്നിട്ടാട്ടോ അവളെ ഇതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. പാട്ട് കേട്ട് ഹരം കൊണ്ട് ദേവുട്ടിതാ പിന്നെ എൻ്റെ കഴുത്തിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവൾ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാണ്ടായി, അത്രയ്ക്ക് ചൂടും. കാരണം ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റ് ഓൾറെഡി ചൂട് തന്നെയാണല്ലോ. അത് തന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ നമ്മുടെ ആലിഞ്ചോട് അവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഗാനമേളയൊക്കെ കണ്ടിട്ടാട്ടോ വന്നത്. പിന്നെ 2 ദിവസം മുമ്പേ പ്ലാൻ ചെയ്തു കേട്ടോ. നമ്മളുടെ വിഭാഗം എന്ന് പറയുന്നത് മേൽമുറിയാണ്. പിന്നെ ആലിഞ്ചോട് എപ്പോഴും എല്ലാ വർഷവും ഗാനമേള ഉണ്ടാവാറുണ്ട് കേട്ടോ, സാംബശിവൻ്റെ. അപ്പോൾ ആ ഗാനമേളയ്ക്ക് പോകണം, മേൽമുറിയിൽ പോയി കിടന്ന് തകർക്കണം, പിന്നെ അമ്പലപ്പറമ്പിൽ പോകണം, എങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ മേൽമുറിയിൽ മാത്രം പോകാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടുത്തെ ഡാൻസും ബഹളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഗാനമേള കേട്ട സമയത്ത് അവിടെയും ദേവുട്ടിക്ക് ഡാൻസ് കളിക്കണം പറഞ്ഞിട്ട് അവിടെ സ്റ്റേജിൽ കയറിയെന്ന് ഭയങ്കര ഡാൻസും കൂത്തുമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തു പോയുള്ള തകർക്കലിനൊക്കെ ശേഷം ഞങ്ങളിതാ കുറച്ച് നേരം വീട്ടിൽ കുറേ പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്ന് തകർക്കാമെന്ന് വിചാരിച്ചേ. ഈ വീട്ടിൽ ഡാൻസ് കളിക്കും ഫുഡ് കഴിക്കലിനൊക്കെ ശേഷമായിട്ടോ ഞങ്ങൾ മേൽമുറിക്ക് പോയത്. ഞങ്ങൾ വിചാരിച്ചൊരു 12 മണി വരെ ഉണ്ടാവുമെന്ന്. ഞങ്ങൾ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പോയപ്പം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഓർഗനൈസർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്നായിരുന്നു വന്നത്. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് അർമാദിക്കുന്ന സമയത്ത് അവിടെ അച്ഛൻ തകൃതിയിൽ അത് ഫിറ്റ് ചെയ്യുന്ന പണിയിലായിരുന്നു കേട്ടോ. അച്ഛനും പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് സമാധാനം വരുത്തോളേ. പിന്നെ ഇതാ പൂരത്തിൻ്റെ ഇന്ന് രാവിലെ ഇതാ തകൃതിയിലുള്ള പണിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ സാമ്പാറും ചോറും ചിക്കനും എലിശ്ശേരി മാത്രമേ ചെയ്തോളൂ. ബാക്കി അവിയൽ, ഓലൻ, തോരൻ, പായസമൊക്കെ നമ്മൾ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങളും ഗസ്റ്റുകളും ഒക്കെ അടക്കം ഒരു 20 ആൾക്കാരെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ
അടുപ്പത്ത് തന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇതാ വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചസാരയൊക്കെ പൊടിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങളിതാ അമ്പലപ്പറമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞത് റെഡിയായി ഇറങ്ങുകയാണ്. എല്ലാവരും രാവിലെ അമ്പലത്തിലും പൂരപ്പറമ്പിലും ഒക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരും. പക്ഷെ ഞങ്ങൾ നേരെ തലതിരിഞ്ഞതുപോലെ ഉച്ച സമയത്താട്ടോ പോയത്. കാരണം എൻ്റെ ജോലിയൊക്കെ കഴിയണമായിരുന്നല്ലോ, എല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചെന്ന സമയത്ത് ഇന്നലെ കണ്ട അമ്പലം തന്നെ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ തിരക്കും വെച്ച് നോക്കുമ്പം ഇന്ന് തന്നെയാണ് പൂരം എന്നൊരു സംശയം തോന്നി കേട്ടോ. പക്ഷേ അല്ല, ഇന്ന് തന്നെയാണ് കേട്ടോ പൂരം. അപ്പം ഞങ്ങളിതാ ഈ സ്റ്റാളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. അച്ചുട്ടിയാണെങ്കിൽ ഒന്നും വാങ്ങിയില്ല. ജിത്തുവിന് എന്തൊക്കെയോ വേണമെന്നും പറഞ്ഞിട്ട് അവനും ഇങ്ങനെ കറങ്ങി പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അച്ചുട്ടി പിന്നെ മാല, വള, കമ്മൽ, പൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടുന്നത് കേട്ടോ. ഞാൻ അവിടുന്ന് വെറുതെ ഒരു വാൽക്കണ്ണാടി എടുത്ത് നോക്കിയത് കേട്ടോ. എൻ്റെ ഗ്ലാസ് ഇളകിയിരിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് താഴെ വീണ് പൊട്ടിയില്ല, അല്ലെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നേനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഉണ്ണി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നോക്കുമ്പം ഒരു പാക്കറ്റ് പൊട്ട് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് മാത്രമല്ല, ഇതിങ്ങനെ കുറേ സാധനങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾ പിന്നെ ഓരോ പീസായിട്ട് എടുക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നത്തില്ല കേട്ടോ. പിന്നെ അതുമല്ല, ഇപ്പം അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഫാൻസി ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാവാം ആകെ കമ്മൽ മാത്രമാണ് ഇടുന്നത്. അവിടെ പോയി നോക്കിയപ്പം ഭയങ്കര വിലയാണ് പറയുന്നത് കേട്ടോ കമ്മലിന്. അങ്ങനെ അതൊന്നും വാങ്ങിയില്ല. നമ്മളിത് വീട്ടിൽ വന്നപ്പം നമ്മുടെ അടുത്ത ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് തൃശ്ശൂർ പോയിരുന്നില്ലേ, അവിടുത്തെ ഏട്ടനും ഭാര്യയും അമ്മയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ എല്ലാവരും മേശ സമ്മേളനം പോലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരുതാ റൂമിലിരുന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിയൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഉച്ചയായപ്പം എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. ഇന്നത്തെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാനും പിന്നെ വല്യമ്മമാരുടെ 2 മരുമക്കളുണ്ടായിരുന്നു, അവരും ഉണ്ണിയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ. ഇതിന് ശേഷം ഞങ്ങളിതാ മേൽമുറിയിലേക്ക് പോകാൻ പോകണം. നമ്മുടെ പൂരം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളും ഞങ്ങൾ മാത്രമായിട്ടോ പോയത്. അപ്പോൾ ഇവിടുന്ന് ഈ പാടമൊന്ന് അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമാണല്ലോ. അപ്പോൾ അവിടുന്ന് നമുക്ക് പൂരം കണ്ടിട്ട് അവിടുന്ന് പൂരത്തിൻ്റെ ഒപ്പം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാള കുഞ്ഞു കാളയാണ് കേട്ടോ. കാരണം കയ്യിലെടുത്തിട്ടാണ് 2 പാടം കഴിഞ്ഞിട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ വലിയ കാളയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ വേറെ വിഭാഗത്തിൻ്റെയൊക്കെ കാളകൾ റോഡിൽ കൂടെ വരുന്ന കാരണം വലിയ വലിയ കാളകളെ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഇവിടുന്ന് 3 ആനയൊക്കെ ഉണ്ട്. അങ്ങനെ ആനയ്ക്ക് മറ്റേ തിടമ്പ് വെക്കുന്ന സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. ഈ കൊട്ടുന്നത് എന്താ, പഞ്ചവാദ്യമാണോ തായമ്പൊക്കെയാണോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഈ കൊട്ടലിനൊക്കെ ശേഷമായി തിടമ്പൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയെന്നറിയോ ആനേനെ കാണാൻ. ഈ തിടമ്പൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിലും കൂടി കൊണ്ടിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് പൂരം പുറപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു വെടിക്കെട്ട് നടത്തും കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നിന്ന കാരണം ഞാൻ സത്യമായിട്ടും പേടിച്ചു പോയി കേട്ടോ. ഇതങ്ങോട്ട് കേട്ടാലറിയാം പൂരം ഇറങ്ങാറായി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതാ റെഡിയായി പൂരം കാണാൻ വന്ന് നിൽക്കുകയാണ്. ഇത് കരിവേലയാണ് കേട്ടോ. അതിനിതാ പൂരം പുറപ്പെട്ടു. ആദ്യം ആനയൊക്കെ ഇറങ്ങി, അതിന് ശേഷം അതിൻ്റെ പിറകിലാണ് കേട്ടോ കാളേനെ ഇറക്കി കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഇവരെല്ലാവരും നിർത്തിയിട്ട് പാടത്തിൻ്റെ നടുക്ക് നിർത്തിയിട്ട് ഒരു ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അറ്റത്തിരിക്കുന്ന ഈ ആന ഉണ്ടല്ലോ, ഇവൻ ഭയങ്കര കുറുമ്പനായിരുന്നു. ചുമ്മാ കിടന്ന് ഇളകിയിട്ട് ഒരു ഷോ കാണിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇനി വല്ലാണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അത് തുമ്പിക്കൊണ്ടൊരു തട്ടി വരും. അപ്പം ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ തന്നെ വേഗം ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും പൂരം കാണാൻ വേണ്ടിയിട്ട്. അതിന് ഞങ്ങളിതാ നേരെ ഇനി പൂരം കണ്ടതല്ലേ, ഇനി വീട്ടിലേക്ക് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പം അടുത്ത ഗ്യാങ്ങൊക്കെ ആയിട്ട് ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പൂരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. എത്ര ദേശക്കാരുടെ പൂരാണെന്നൊന്നും കറക്റ്റ് കണക്കൊന്നും എനിക്കറിയത്തില്ല. പടിഞ്ഞാറ് മുറി, മേൽമുറി, തെക്കുമുറി, വടക്കുമുറി, ബാക്കി എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ദേശക്കാരൊക്കെ ആനേനെയും കാളേനെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ വലിയ കാളകളാണ് കേട്ടോ. അപ്പം റോഡിൽ കൂടി ഇങ്ങനെ വരാൻ പറ്റാഞ്ഞിട്ട് ലൈൻ കമ്പിയൊക്കെ തട്ടിയും മുട്ടയൊക്കെ ചെയ്യുന്ന കാരണം അവരുടെ കൊമ്പൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ കാള എന്ന് പറയുന്നത് മറ്റേ കാലഭൈരവനോ അങ്ങനത്തെ ഒരു വലിയ കാളയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ കാലഭൈരവൻ എന്ന് പറയുന്നത്. ആലിഞ്ചോടിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഭയങ്കര വലിയ കാളയാണ് കേട്ടോ. അതിൻ്റെ കൊമ്പ് എവിടെയെന്ന് തന്നെ കാണാനില്ല, മടക്കി വെച്ചിട്ടുണ്ട്, ഒടിച്ചു കളഞ്ഞു, ഒന്നും കാണാനില്ല. കാരണം അത്രയ്ക്ക് ഹൈറ്റുള്ള ഏറ്റവും വലിയ കാള അത് തന്നെയായിരുന്നു. കാളകളെല്ലാം പോയതിനു ശേഷം നമ്മളെ തിടമ്പെടുത്ത ആനകളെല്ലാം കൂടി നടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്ന് നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിന് നമ്മളിതാ എല്ലാം കഴിഞ്ഞ ശേഷം പോരുകയാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട് ഷൈമേനെയും കാർത്തികേനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂരവിശേഷങ്ങൾ. അപ്പോൾ താങ്ക്